മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപണം ഉന്നയിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പാർവതിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടതല്ല DMO. കാലിന് ചലനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നടന്നത് ഇടുപ്പല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെന്നും രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ചത് ശസ്ത്രക്രിയക്കിടയിലെ പിഴവാകണമെന്നില്ലെന്നും DMO. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയും. വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിവരം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ മാസം 12-ന് ശസ്ത്രക്രിയ നടത്തിയ 73-കാരിയായിട്ടുള്ള പാർവതി അമ്മയ്ക്ക് അവരുടെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് അവരുടെ ചെറുമകൻ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറെ വന്ന് കാണുകയും പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പിഴവെന്ന് പറയുന്നത് ഇവരുടെ ഞരമ്പ് മുറിഞ്ഞു പോയ കാര്യം അവരെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നടന്ന ആശുപത്രിയിലേക്ക് എത്തിയാണ് പാർവതിയമ്മ. അവരെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവർക്ക് കാലനക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു. ഇവരുടെ കാലിന്റെ ഞരമ്പുകൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായത്. ഇക്കാര്യം പക്ഷെ അവരെ അറിയിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നില്ല. ഈ ഡോക്ടറെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വിദേശത്താണ് എന്നുള്ള മറുപടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമായിരുന്നത്. ഈ സംഭവത്തിൽ DMO ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടുകയും അതിലാണ് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു മറുപടി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ഈ കാല് മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് DMO ഇപ്പോൾ പറയുന്നത്. കാലിന് ചെറിയ ചലനം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. നടന്നത് ഇടുപ്പല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണെന്നും രക്തക്കുഴലിൽ രക്തം കട്ട പിടിച്ചത് ശസ്ത്രക്രിയയ്ക്ക് ഇടയിലെ പിഴവ് കൊണ്ടാകണമെന്നില്ല എന്നുകൂടി DMO പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പാർവതി അമ്മയ്ക്ക് സംഭവിച്ചത് ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ്. പാർവതി അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള പിഴവാണ്. കാരണം അവർ ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും ഇങ്ങനെ ഈ ഞരമ്പ് കട്ടായ വിവരം അവരെ അറിയിച്ചിട്ടില്ല. രക്തയോട്ടം നിലച്ച കാര്യം അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യുന്നത് എന്ന് അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പിഴവ് ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ഇതിനോടകം ചികിത്സയ്ക്ക് ചിലവായെന്നും ആരോഗ്യ ഇൻഷുറൻസ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് തങ്ങൾക്ക് ആക്റ്റീവായി ലഭിച്ചില്ലെന്നും എന്നുള്ള പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ വിശദമായിട്ടുള്ള റിപ്പോർട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറും. അതിലായിരിക്കും എന്താണ് ആശുപത്രിക്ക് സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുക. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.